മിഥുൻ NS. മിഥുൻ ഭവനിൽ ശ്രീ നാഗമണിയുടെയും ശ്രീമതി സ്റ്റെല്ല റാണിയുടെയും മകനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റായി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമനം ലഭിച്ച് പ്രവർത്തിച്ചിരുന്നു. മിഥുനെ CMM CSI സഭയുടെ പേരിൽ അനുമോദിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥി വൈദിക ശ്രേഷ്ഠരെ, സഭാജനങ്ങളെ, നിങ്ങൾക്കേവർക്കും 200-ാം വാർഷിക ദിനാശംസകൾ. ഞാനിവിടെ അനുമോദന അർഹരായവരെ റെപ്രസെൻ്റ് ചെയ്താണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഈ വർഷത്തെ അനുമോദന ചടങ്ങിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി കരയേറ്റുന്നു. ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് ക്രമീകരിച്ച സഭാ കമ്മിറ്റിയോടും ആഘോഷ കമ്മിറ്റിയോടും മറ്റു ഭാരവാഹികളോടും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള സ്നേഹവും സന്തോഷവും ഈ സമയം അറിയിക്കുന്നു. ഏതൊരു ജോലിക്കും സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റേതായ മഹത്വമുണ്ട്. ഒരു ജോലിയും ചെറുതല്ല, അംഗീകരിക്കാതെ ഇരിക്കേണ്ടതുമല്ല. എന്നാലും കേരള സ്റ്റേറ്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റായി എൻ്റെ ആദ്യത്തെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതോടൊപ്പം ഈ ജോലി ലഭിച്ചത് ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹമായി കണ്ട് ഞാൻ മാനിക്കുന്നു. ഈ ജോലി ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ച എൻ്റെ മാതാപിതാക്കൾ, പ്രചോദനമേറിയ എൻ്റെ സഹപാഠികൾ, കൂട്ടുകാർ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, ഇവരൊക്കെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഞാനിവിടെ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട ചില കാര്യങ്ങൾ, ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി ഇന്ന് എന്നോടൊപ്പം വേദി പങ്കിടുന്നവരോടാണ് പറയാനുള്ളത്. ഇന്ന് എന്നോടൊപ്പമായിരിക്കുന്നവർ വിവിധ എക്സാമുകൾ വിജയിച്ച് അനുമോദനാർഹരായവരാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. ഈ വിദ്യാഭ്യാസത്തിനും ഈ സർട്ടിഫിക്കറ്റുകൾക്കും അപ്പുറം ചിന്തിക്കാൻ കഴിവുള്ളവരാകണം നിങ്ങൾ ഓരോരുത്തരും. ആരെങ്കിലും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെ പ്രചരിപ്പിക്കുന്നവരായിട്ടല്ല. നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടാവണം. അതിന് നിങ്ങൾ ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. ചുറ്റുപാടും നടക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് വിശകലനം ചെയ്യാനുള്ള മാനസിക വളർച്ചയുണ്ടാകണം. സമൂഹത്തെ നശിപ്പിക്കുന്ന വിഷവിത്തുകളെ തിരിച്ചറിയാൻ കഴിയണം. മാധ്യമങ്ങളിലൂടെയും മറ്റും നിങ്ങൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, നമുക്ക് ആവശ്യമുള്ളതാണോ എന്നതിനെ തിരിച്ചറിയാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ്. അറിവ് നമുക്കുണ്ട്, ഇനി വേണ്ടത് തിരിച്ചറിവാണ്. ഇതിന് നിങ്ങൾ ചിന്തിക്കുന്നവരാകണം. ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരാകാൻ കഴിയണം. കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ കരുണയുള്ള വാക്കുകൾ ഉണ്ടാകുകയുള്ളൂ. നല്ലൊരു ഹൃദയമില്ലാതെ കുറേ വിദ്യാഭ്യാസവും കുറേ ജോലിയും നേടിയിട്ട് എന്ത് പ്രയോജനം? മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന, സഹജീവികളോട് സ്നേഹമുള്ള നല്ല മനുഷ്യനാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമതായി, ഇന്നിവിടെ അനുമോദന വേദിയിൽ എത്തിപ്പെടാൻ കഴിയാതെ പോയവർ, ഈ വേദിയിൽ എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ശ്രമിച്ച് പരാജയപ്പെട്ടു പോയവരോടാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും വിജയവും സന്തോഷവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഇടയ്ക്കിടെ പരാജയവും തിരിച്ചടികളും ഉണ്ടാകും. പക്ഷേ അവസാന വിജയം നമ്മുടേത് മാത്രമായിരിക്കണം. വിജയത്തിന് ഷോർട്ട് കട്ടുകളില്ല. പലതവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കരുത്. നേടിയെടുക്കുന്നതുവരെ അധ്വാനിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞുനാളിൽ നമുക്കെല്ലാവർക്കും പഠിക്കുന്ന ഒരു കഥയുണ്ട്, ആമയും മുയലിൻ്റെ ഓട്ട മത്സരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ ആമ ജയിക്കുന്നത് മുയൽ പാതി വഴിയിൽ ഉറങ്ങിപ്പോയതുകൊണ്ട് മാത്രമല്ല, ആമ തന്നാൽ കഴിയുന്ന പോലെ ശ്രമം ഉപേക്ഷിക്കാതെ പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. ഇംഗ്ലീഷിലൊരു കോട്ട് ഇങ്ങനെയുണ്ട്, കൺസിസ്റ്റൻസി ഈസ് ദ ഓൺലി കീ ടു സക്സസ്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പരിശ്രമം തുറന്നുകൊണ്ടിരുന്നാൽ വിജയം നമ്മളെ തേടി വരും. അതിനാദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തന്നെ വിശ്വാസം വേണമെന്നതാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങൾക്കില്ല എങ്കിൽ ദൈവം പോലും നിങ്ങളെ സഹായിച്ചു എന്ന് വരില്ല. താൻ പാതി ദൈവം പാതി എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നമ്മൾ ചെയ്യണം. നമ്മുടെ പകുതി നമ്മൾ ചെയ്താൽ ബാക്കി ദൈവം നടത്തിത്തരും. നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല, നേടിയെടുക്കാനുള്ളതാണ്. ലോകം കണ്ട മികച്ച ക്രിക്കറ്റർ, ഇന്ത്യ കണ്ട മികച്ച ക്യാപ്റ്റൻ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണി. ഒരു ഇൻ്റർവ്യൂവിൽ ചോദ്യകർത്താവ് അയാളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ കളിക്കളത്തിൽ ഇത്ര കൂളായി ഡിസിഷൻസ് എടുക്കാനും
അവ സക്സസ് ആക്കാനും കഴിയുന്നു. അതിന് മറുപടിയായി ഇങ്ങനെ പറയുന്നു: ട്രസ്റ്റ് ദ പ്രോസസ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ദ റിസൾട്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക, വിജയപരാജയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഈ റിസൾട്ടാണ് നിങ്ങൾ പ്രഷർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാകണമെന്നല്ല. മൈൻഡിലൊരു ടാർഗറ്റ് ഉണ്ടാകണം, എന്നാൽ അതിനേക്കാൾ ആ ടാർഗറ്റിലേക്ക് എത്തിപ്പേരാനുള്ള സ്മാൾ സ്റ്റെപ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കളിക്കളത്തിലെ അവസാനത്തെ ബോൾ വരെയും ജീവിതത്തിലെ അവസാനത്തെ നിമിഷം വരെയും വിജയത്തിനായി നമ്മൾ പോരാടണം. വിജയം സുനിശ്ചിതമാണ്. വിജയം തോൽവി സമ്മതിക്കാതെ പൊരുതുന്നവനുള്ളതാണ്. ഈ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും, എന്നെപ്പോലെയുള്ള എല്ലാവരും അനുഭവിക്കുന്ന ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മുന്നിൽ പറയുകയാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ ശ്രമിക്കുന്ന എല്ലാവരും എന്നെപ്പോലുള്ള ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് പേർ നമ്മൾ പരിഹസിക്കും, കുറ്റം പറയും, പുച്ഛിക്കും, നിർത്തി വേറെ വല്ല പണിക്കും പോകാൻ പറയും. 4-5 വർഷം ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പഠിച്ച സമയത്ത് മറ്റ് ജോലിക്ക് പോയിരുന്നെങ്കിൽ 4 കാശുണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ മാനസികമായി തളർത്തും. ഞാനും ഇതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. അതൊന്നും ചെവികൊള്ളരുത്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിനും മനസ്സമാധാനത്തിനും വേണ്ടി മാത്രം പ്രാധാന്യം നൽകുക. നിങ്ങൾ എന്ത് ചെയ്താലും ഒരു പറ്റം ആൾക്കാർ നിങ്ങളെ കുറ്റം പറഞ്ഞും പരിഹസിച്ചും കൊണ്ടിരിക്കും. കുറ്റം പറയേണ്ടത് അവരുടെ കടമയും അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി ജയിച്ചു കാണിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. ഒരു നടന്ന കഥ ഇങ്ങനെയാണ്. സൂറിച്ചിലെ ലോക പ്രശസ്തമായൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ആഗ്രഹവുമായി ഒരു 15-കാരൻ അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതി. എന്നാൽ അയാൾ അമ്പേ പരാജയപ്പെട്ടുപോയി. വിധികർത്താക്കൾ വിധി എഴുതി, പോരാ, സൂറിച്ചിലെ വിശ്വപ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുവാൻ തക്കവണ്ണം നിനക്ക് ഐക്യമില്ല, നീ യോഗ്യനല്ല. എന്നാൽ അന്ന് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളുടെ പേര് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ അന്ന് അഡ്മിഷൻ കിട്ടാതെ പോയ വിദ്യാർത്ഥിയുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നായിരുന്നു. നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് സമൂഹം നിന്നോട് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ചലഞ്ചായി ഏറ്റെടുത്ത് ചെയ്ത് കാണിക്കുന്നിടത്താണ് യഥാർത്ഥ വിജയമുള്ളത്. ഞാൻ എഴുതിയ ആദ്യത്തെ എക്സാം വിജയിച്ച് നിങ്ങളുടെ മുന്നിലായിരിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ കാലയളവിൽ ഏകദേശം 70-ലധികം ഗവൺമെൻറ് എക്സാം ഞാൻ എഴുതി. അതിൽ ഭൂരിഭാഗവും അമ്പേ പരാജയമായിരുന്നു. അതിൽ ചിലത് പ്രിലിമിനറി പാസ്സായി, മെയിൻസ് കിട്ടിയില്ല, മെയിൻസ് പാസ്സായി, ഫിസിക്കലി കിട്ടിയില്ല, ഇതെല്ലാം കിട്ടി, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു, എന്നാൽ ജോലി കിട്ടിയില്ല. ഒരിക്കലും തോൽവി അറിയാതെ വന്നവനല്ല ഞാൻ. എന്നെപ്പോലെ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് തോൽവികളില്ല, പാഠങ്ങളേ ഉള്ളൂ. ഓരോ പരാജയവും ഓരോ പാഠം നമ്മെ പഠിപ്പിക്കും. അതിൽ പാഠം ഉൾക്കൊണ്ട് പിന്നെയും പരിശ്രമിക്കണം. പിന്നിലാവുന്നതല്ല പരാജയം, മറിച്ച് മുന്നേറാൻ ശ്രമിക്കാത്തതാണ് പലരുടെയും പരാജയമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വയ്ക്കുന്നു. നന്നായി പഠിക്കുക. പഠിക്കുമ്പോൾ എൻ്റെ അവസാനത്തെ എക്സാം ഇതാണ്, ഇത് കഴിഞ്ഞാൽ എനിക്കിനി ചാൻസ് ഇല്ല എന്ന മനോഭാവത്തിൽ പഠിക്കുക. അർഹമായ വിജയം അതിൻ്റെ സമയത്ത് ദൈവം നിശ്ചയം നമ്മിൽ എത്തിക്കും. ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയിലെ ചില വരികൾ കടം കൊണ്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ദൈവമേവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.